കാഫ്കയുടെ അവസാനത്തെ ആഗ്രഹം തന്നോടൊപ്പം തന്റെ പുസ്തകങ്ങളും കത്തിയിരിക്കപ്പെടണം എന്നതായിരുന്നു. തന്റെ ഉറ്റ ചങ്ങാതിയായി വിശ്വസ്തനായി ജീവിതകാലം മുഴുവനും കൂടെ ഉണ്ടായിരുന്ന മാക്സ് ബ്രോഡിന് പക്ഷേ ഈ ആഗ്രഹത്തെ അവഗണിക്കേണ്ടി വന്നു. ഈ തീരുമാനത്തിൽ കാഫ്കയുടെ പത്നിയായിരുന്ന ഡോറ ഡയാമൻഡ് അതീവ ദുഃഖിതയാകുന്നുണ്ട്. പക്ഷേ അയാൾ ആ പുസ്തകങ്ങളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പിൽക്കാലത്ത് ഓരോന്നോരോന്നായി പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത്. മരണത്തോടെ തന്റെ ഉറ്റ ചങ്ങാതിയെ മറവിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാകാതിരുന്ന മാക്സ് ബ്രോഡിന്റെ ഈ പ്രവൃത്തിയിലൂടെയാണ് ലോകം പിൽക്കാലത്ത് കാഫ്കയെ അറിയുകയും വായിക്കുകയും ചെയ്തത്. ഒരു കണക്കിൽ പറഞ്ഞാൽ കാഫ്ക ജീവിച്ചിരുന്നത് എന്നർത്ഥം. ഒരുപക്ഷെ കാഫ്കയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ ആരായിരിക്കും മരണത്തോടെ നിങ്ങൾ മറവിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാകാതിരിക്കുന്ന ആ മാക്സ് ബ്രോഡ്? താങ്ക് യു.